ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ലോങ് വീഡിയോ. ഇടയ്ക്കൊക്കെ ഞാൻ ഷോർട്സ് ഇടാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ലോങ് വീഡിയോ കുറേ മന്തായി ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് എന്നും ട്രൈ ചെയ്യും, പക്ഷേ നടക്കലില്ല. അപ്പോൾ ഇതാ വീണ്ടും ട്രാക്കിലേക്ക് കയറണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഒരു സ്റ്റേക്കേഷൻ ആയിരുന്നു, മില്ലിനിയം ഹോട്ടലിലായിരുന്നു ഇൻ ഡൗൺ ടൗൺ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ദുബായിയുടെ ഒരു ഇത് കാണിക്കാനായിരിക്കാം. ഇങ്ങനൊരു ഊഞ്ഞാലുണ്ട്. നമ്മളപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ കുറച്ച് നേരം വൈകി. നമ്മളല്ല, അവിടെ കുറച്ച് ടൈം എടുത്തു. അങ്ങനെ നമ്മൾ കുറച്ചധികം അവിടെ ഇങ്ങനെ കറങ്ങിയൊക്കെ നടന്നു. അവിടെ ഒരു കഫേ ഉണ്ട് അകത്ത് തന്നെ. പിന്നെ അതാ ഇത് കണ്ടപ്പോൾ എനിക്ക് പണ്ട് നമ്മൾ കളർ പേപ്പേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കില്ലേ, അതെനിക്ക് ഓർമ്മ വന്നു കേട്ടോ. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി കുറേ അധികം അല്ല, കുറച്ച് നേരം ഇരുന്നു. പിന്നെ നമ്മൾ ചെക്ക് ചെയ്തു ആൻഡ് നമ്മുടെ റൂം ടൂറാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കയറി വരുമ്പോൾ ഈ ലെഫ്റ്റിലുള്ളത് വാഷ്റൂമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ ഒരു വാഷ്റൂം, അത് കഴിഞ്ഞിട്ട് ഒരു മിറർ, അത് കഴിഞ്ഞിട്ട് വിൻഡോ, റൂം, ലൈക്ക് ബെഡ്, അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലേസാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി കഴിച്ചു. ഉച്ചയോടായല്ലോ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ. ബിരിയാണി കഴിച്ചിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ കിടന്നൊന്ന് ഉറങ്ങി. ബട്ട് ദ വ്യൂ വാസ് സോ നൈസ്. നൈറ്റിലും വ്യൂ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചധികം നേരം ഫോണിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം കളിച്ചിട്ട് നമ്മൾ ഉറങ്ങി. കാരണം സ്വിമ്മിംഗ് പൂളിൽ പോകണമെങ്കിൽ ഇപ്പോഴത്തെ വെയിലറിയാമല്ലോ. അപ്പോൾ നല്ല കുറച്ച് വെയിൽ താഴ്ന്നിട്ടേ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകാൻ പറ്റൂ. അതുകൊണ്ട് അതുവരെ ഞങ്ങളിങ്ങനെ ഫോണിലൊക്കെ കളിച്ച് ഗെയിംസൊക്കെ കളിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി. അപ്പോൾ ഫസ്റ്റ് കുട്ടികളൊക്കെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അതിൽ കുട്ടികൾക്കും അഡൾട്ട്സിനും സെപ്പറേറ്റ് ഉണ്ട്. അഡൾട്ട്സിൻ്റെ നല്ല താഴ്ചയുള്ള ഒരു സ്വിമ്മിംഗ് പൂളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി വന്ന് നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇനിയാണെങ്കിൽ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. കാരണം നമ്മൾ പൂളിലൊക്കെ ഇറങ്ങി അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കളിച്ച് കുഴഞ്ഞ്. അപ്പോൾ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യണം. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നതിന് മുൻപ് അവിടെ ഒരു വാക്ക് വേ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ജസ്റ്റ് ഒന്ന് വൈബ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, നൈറ്റ് നല്ല ഭംഗിയാണ്. കുറച്ചുകൂടെ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ആ വാക്ക് വേയിലോട്ട് നടന്നു. അത്യാവശ്യം ഡിസ്റ്റൻസിൽ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും കുഴഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു വൈബ്, ലൈറ്റ്സും ബിൽഡിങ്സും, ഇതൊക്കെയാണ് അവിടുത്തെ ഒരു വൈബ്. If we tried it, we can make it. But don't we ever just take some chances and stop your thinking and start your living. Get your shoes on, we're going dancing. ദെൻ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് എല്ലാവരോടും ഒരു റൂമിൽ വന്നിട്ട് ആട് 3 സിനിമ ഇട്ടു. പക്ഷേ കുറച്ചൊരു 10-15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഉറക്കം വന്ന് അവരോരോ മുറി പോയി കിടന്ന് ഉറങ്ങി. പിന്നെ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ അടുത്തത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ അവിടുത്തെ തന്നെ ലെമൺ ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. അവിടെ എല്ലാവരും വന്നു, ഫുഡൊക്കെ കഴിച്ചു. ഇന്ത്യൻ ഫുഡ്സ് കുറച്ച് കുറവായിരുന്നു, പക്ഷേ വെറൈറ്റി ഓഫ് ഫുഡ്സ് ലൈക്ക് സ്വീറ്റ്സ്, പിന്നെ സെറിയൽസ്, അങ്ങനെ എല്ലാം കൂടെ ഒരു മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിയാനോ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ലൈക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പം ഞങ്ങൾ ചുമ്മാ അതിലൊന്ന് കളിച്ചിട്ട് അകത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയി. ആൻഡ് എഗ്ഗ്, പാൻ കേക്ക്സ്, അതുപോലെ മധുരം, ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, കോഫി, ടീ, അങ്ങനെ ഒരു വെറൈറ്റി ഓഫ് മിക്സസ് ഓഫ് എല്ലാം, ഫ്രൂട്ട്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഹെയർ റിമൂവ് ചെയ്യാന്നുള്ളതാണല്ലോ. നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്യൂട്ടി ഓഫ് ജിയോസിയാൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് ഇവിടെ നിന്ന് ഞാൻ മേടിച്ചൊരു ലിപ് ബാമാണ്. ഇടയ്ക്ക് യൂസ് ചെയ്ത് ദിസ് ഡി ആൽബ അരോമാറ്റിക് സ്പ്രേ സിറം. ഇത് ഞാൻ കുറേ ഞാനിത് കണ്ടു. അങ്ങനെ ഗ്ലോ ഉണ്ട്, നല്ലൊരു സിറമാണ് എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ലെറ്റ് മീ ഓൾസോ ട്രൈ. അത്യാവശ്യം നൈസായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഫിക്സ് ഡെർമ, എനിക്കൊന്നും ഇത് ഫാർമസിയിലും കിട്ടും. ഞാനിത് നാട്ടിൽ നിന്ന് എന്തോ ഫ്ലിപ്കാർട്ടോ അങ്ങനെ എന്തോ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരൈറ്റമാണ്. ഞാൻ ഡോട്ട് ആൻഡ് കീയുടെയും ഇതും ട്രൈ പ്രൂഫ് ഓയിൽ കൺട്രോൾ. ഇത് ഞാൻ ഇന്നലെ ട്രൈ ചെയ്യുന്ന, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ കൊറിയൻ പ്രോഡക്റ്റ് ഐ ഗസ്. ഞാനിത് ഇതിൽ കണ്ടതിന് ശേഷമാണ്
ഓർഡർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു കോമ്പാക്റ്റ് ഓർഡർ ചെയ്യണം എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല റിവ്യൂസ് കണ്ടു. അങ്ങനെയാണ് ഞാനത് മേടിക്കുന്നത്. പക്ഷേ സാധനം അടിപൊളിയാണ്. അടുത്ത നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് സെയ്യുടെ ഡ്യൂ ബ്ലഷ് ആണ്. ഫ്ലോട്ടി, നല്ല പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. ഓക്കെ, മറന്നു എടുക്കാൻ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് മാറ്റി. ഇതെനിക്ക് എൻ്റെ ഉമ്മി ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സാണ്. എങ്ങനെയുണ്ട്? ഉള്ളല്ലേ? അതിനാണ്ട് പേരാണേ ഡീപ് ഡോ കിക്കോ മിലാനോടെ ചെറി ട്രിയോ ചിയർ. ഇതടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഗ്ലോ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്യേണ്ട ടൈമായി. നമ്മൾ എല്ലാം കംപ്ലീറ്റ്ലി പാക്ക് ചെയ്തു. 24 hours കഴിഞ്ഞു. നമ്മളങ്ങനെ ചെക്കൗട്ട് ചെയ്തു. ഒരു നല്ല ഫാമിലി ടൈമായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പയ്യെ ഹോട്ടലിൽ വിട്ടു. ഏകദേശം ഒരു 15 to 20 minutes ഇല്ല നമ്മുടെ വീട്ടിലേക്ക് വരാൻ. അങ്ങനെ വിൽ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.